സംസ്ഥാനത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 20 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിനെത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോൾ ചേരുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, ആദ്യത്തെ മന്ത്രിസഭാ യോഗം ഏറ്റവും നിർണായകമായൊരു യോഗമാണ്. നിശ്ചയമായും ജനങ്ങളിൽ ഒരു വലിയ മതിപ്പുണ്ടാക്കി തുടങ്ങണമെന്ന് തന്നെയായിരിക്കും ഓരോ മുഖ്യമന്ത്രിമാരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിനനുസരിച്ച് തുടങ്ങാൻ വി.ഡി. സതീശനും കഴിയുമോ എന്ന് ഉറ്റുനോക്കുന്നു കേരളം. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം എപ്പോഴായിരിക്കും ആ വാർത്താ സമ്മേളനം? എന്തെല്ലാം പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്? അരമണിക്കൂറിനുള്ളിൽ ആ മന്ത്രിസഭാ യോഗം കഴിയും. സൈഫു, 1:30 കൂടി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ക്യാബിനറ്റ് നോട്ട് ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട്. അജണ്ടയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമായിരിക്കും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വരിക. ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് അങ്ങനെ വിഷയങ്ങൾ വരാറില്ല. ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് കേരളം വലിയ വിജയമാണ് UDF-നും വി.ഡി. സതീശനും നൽകിയത്. അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ, അവർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ അത് നടപ്പാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്. കാരണം ഇവിടെ ഇന്നലെ ഉച്ച മുതൽ നമുക്ക് തലസ്ഥാന നഗരിൽ UDF പ്രവർത്തകരുടെ ഒരു ആവേശം തന്നെ കാണാൻ കഴിഞ്ഞു. അത് ഒരു ജില്ലയിൽ നിന്നല്ല, എല്ലാ ജില്ലയിൽ നിന്നും ഒഴുക്കായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് UDF പ്രവർത്തകർ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അവർ പ്രതീക്ഷ വെച്ചിട്ടാണ് വി.ഡി. സതീശന്റെ സർക്കാരിന് അംഗീകാരം നൽകുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 5 ഗ്യാരണ്ടികളുണ്ട്, ഇന്ദിരാ ഗ്യാരണ്ടികൾ. അതിൽ 1-2 ഗ്യാരണ്ടികൾ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അതെങ്ങനെ നടപ്പാക്കും, അത് എങ്ങനെ വേണം എന്നുള്ള ആലോചന മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ വി.ഡി. സതീശൻ KSRTC അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ ചില ആലോചനകൾ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അത് തീരുമാനമായിട്ട് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായിട്ട് ഇന്ന് തന്നെ വരികയും വി.ഡി. സതീശൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പിന്നീടുള്ളത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. അത് ഈ ഘട്ടത്തിൽ നടപ്പാക്കണമോ അതോ ജൂൺ 5 നടക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും ചിലപ്പോൾ ഇന്നുണ്ടാകാം, അല്ലെങ്കിൽ അത് ജൂൺ 5 പോയേക്കാം. എന്തായാലും ഒരുപാട് അത് നീണ്ടുപോകില്ല. ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കും. പിന്നീടുള്ളത് കഴിഞ്ഞ UDF സർക്കാർ കേട്ട ഏറ്റവും വലിയ പഴി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 10 വർഷം നിയമസഭയിൽ അകത്തും പുറത്തുമെല്ലാം വി.ഡി. സതീശനും PC വിഷ്ണുനാഥ് അടക്കമുള്ളവരും ഏറ്റവും കൂടുതൽ മറുപടി പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് അവർ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതാണ്. 600 രൂപയായിട്ട് പോലും നിങ്ങൾ കൊടുത്തില്ല, നിങ്ങൾ എങ്ങനെ 3000 രൂപ കൊടുക്കും? പ്രഖ്യാപനം നടത്തിയത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിലും കേട്ടിരുന്നു. ഇപ്പോഴുള്ള ക്ഷേമ പെൻഷനിൽ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാവുക. അത് ഏതാണ്ട് 60 ലക്ഷത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിലേക്ക് ആ പൈസ വരുന്നത്, അവർക്ക് സാധാരണ ഒരു കുടുംബത്തിലേക്ക് പൈസ വരുന്നത് അവർക്ക് വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ആ പ്രഖ്യാപനം, ആ ജനങ്ങളെ സ്വാധീനിക്കുന്ന ആ പ്രഖ്യാപനം വി.ഡി. സതീശന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. എന്തായാലും 1:30 മണിയോടുകൂടി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇപ്പോഴും മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ സർക്കാർ ഒരു തീരുമാനമുണ്ടാക്കി
വോട്ടുണ്ടാകണം. UDF-നകത്ത് തന്നെ അതിനകത്തൊരു തീരുമാനം നേരത്തെ എടുത്തു കാണണം. അതിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഒരു ജനങ്ങളിൽ ഒരു വലിയ മതിപ്പുണ്ടാക്കി 102 സീറ്റുകൾ നൽകിയ ജനത്തിന് ഒരു പക്ഷേ ഒരു സമ്മാനം പോലെ ഒരു നൽകിക്കൊണ്ടൊരു നല്ല തുടക്കമിടാൻ ആയിരിക്കും ഈ സർക്കാർ ശ്രമിക്കുക. അതിൻ്റെ പ്രഖ്യാപനങ്ങൾ എന്തായിരിക്കും ഈ VD സതീശിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സെയ്ഫ്, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമൊക്കെ നേരത്തെ VD സതീശനടക്കമുള്ള നേതാക്കളൊക്കെ പറയുന്നത് കേട്ടതാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നിർബന്ധമായും നടപ്പാക്കേണ്ട ചില പദ്ധതികളെക്കുറിച്ച് നേരത്തെ തന്നെ UDF ആലോചിച്ച് വെച്ചു കാണണം. അതിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമായിരിക്കും നടക്കുന്നുണ്ടാവുക. ഒരുപക്ഷെ പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തതിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. നേരത്തെ എടുത്ത തീരുമാനങ്ങളുടെ ഒരു പ്രഖ്യാപനം മാത്രമായിരിക്കും. അങ്ങനെയെങ്കിൽ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ വെച്ചുകൊണ്ട് തന്നെ സാധ്യതയുള്ള പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും? പൂച്ച പറ്റിക്കിടക്കുന്ന ഖജനാവ് എന്നാണ് VD സതീശൻ നിയമസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ധന വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരുന്ന വാചകം. അതിനെതിരെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ധനമന്ത്രി തന്നെ, അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ അതിനെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചു. പൂച്ച പറ്റിക്കിടക്കുന്ന ഖജനാവല്ല കേരളത്തിൻ്റേത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ പൂച്ച പറ്റിക്കിടക്കുന്ന ഖജനാവാണ് എന്നുണ്ടെങ്കിൽ അധിക സാമ്പത്തിക ബാധ്യത എടുത്തു വെക്കുന്ന പദ്ധതികൾ VD സതീശന് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല സൈഫു. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ അതിനകത്തൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ. ആ ഹണിമൂൺ പീരീഡിൽ ഈ സ്നേഹബന്ധങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. അത് അത് സർക്കാരിൻ്റെ കാര്യത്തിലായാലും ജനകീയമായി ഉള്ള ഇടപെടലുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഹണിമൂൺ പീരീഡിൻ്റെ സമയത്ത് എന്തായാലും സാമ്പത്തിക പ്രശ്നമൊന്നും നോക്കില്ല. അത് പ്രഖ്യാപനങ്ങളിലൂടെ നടപ്പാക്കി ജനങ്ങൾക്ക് മുന്നിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്നുള്ളതായിരിക്കും കണക്കാക്കുക. ഇപ്പോൾ എല്ലാ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന തീരുമാനങ്ങളായിരിക്കണം ഉണ്ടാകാൻ പോകുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ സ്ത്രീകൾ അധികമായി യാത്ര ചെയ്യുമ്പോൾ KSRTC നഷ്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കാര്യം. അത് ഇടതുമുന്നണി അടക്കം വിമർശനമായി ഉന്നയിക്കുന്ന അതാണ്. KSRTC വലിയ നഷ്ടത്തിലായിരുന്നു. ഒരു പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചാണ് അതിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ധനസഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഈ പണം KSRTCക്ക് കൈമാറുമോ? KSRTCക്ക് കൈമാറുന്നുണ്ടെങ്കിൽ അത്രയും പണം നേരത്തെ സർക്കാർ നൽകിയിരുന്ന പണം പോരാ, അതിൽ കൂടുതൽ പണം നൽകേണ്ടി വരും. അത് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയിൽ അത് സാധ്യമാണോ? ആ ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് ഇൻഷുറൻസ് പദ്ധതിയാണ്. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സാമ്പത്തിക ബാധ്യത ഇപ്പോൾ വലിച്ചു വെച്ചാൽ അത് ഖജനാവിലെ ബാധിക്കില്ലേ? അതൊരു ചോദ്യമാണ്. മൂന്നാമതുള്ളത് ക്ഷേമ പെൻഷൻ. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നത്, മറ്റ് രണ്ട് മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നത് ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടിയാൽ അത് ഒരു തവണ ഒരു മാസം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ 900 കോടി രൂപ സർക്കാർ കണ്ടെത്തണം. 900 കോടി രൂപ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അത് നൽകാൻ കഴിയുള്ളൂ. 60 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം സാമ്പത്തിക ബാധ്യതയുള്ള വിഷയങ്ങളാണല്ലോ സൈഫു. അപ്പോൾ പൂച്ച വെച്ച് കിടക്കുന്ന സർക്കാരിൻ്റെ ഖജനാവ് എന്ന് വിമർശിച്ചുകൊണ്ടിരുന്ന VD സതീശന് ആദ്യഘട്ടങ്ങളിൽ അത് നടപ്പാക്കി പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും. അത് പിന്നീടുള്ള കാര്യമാണ്. അത് എങ്ങനെ നീണ്ടുപോകും? തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങളിലൊക്കെ മുൻ സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ നല്ല ഒരു തുടക്കമിടാൻ സതീശന് കഴിയുമെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ വീണ്ടും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. സെൻട്രൽ സ്റ്റേഡിയം സാങ്കേതികമായി ഒരു സത്യപ്രതിജ്ഞ നടന്ന ഒരു വേദി മാത്രമാണ്. പക്ഷേ UDF-കാർക്ക് അതൊരു കേവലം സത്യപ്രതിജ്ഞ നടന്നൊരു വേദി മാത്രമായിരുന്നില്ല. അവർക്ക് ആഘോഷിക്കാനുള്ളൊരു വേദിയും കൂടിയായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുക്കം അവർക്ക് ആഘോഷിക്കാൻ കിട്ടിയൊരു വേദിയായിരുന്നു. ഇപ്പോഴും ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്.